ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് സൂറത്തുൻ നാസ്, അതിന്റെ പാരായണമാണ് നമ്മൾ പരിശോധിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അല്പമെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ശ്രമിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. നമ്മുടെ സിലബസ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ സൂറ മുതൽ, അതായത് സൂറത്തുൽ നാസ് മുതൽ മേൽപോട്ട് സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ മസദ്, അങ്ങനെ മേൽപോട്ട് പോകുന്ന അവസാനത്തെ സൂറയിൽ നിന്നും മേൽപോട്ട് പോകുന്ന ഒരു രീതി സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമുക്ക് അമ്മ ജുസയിലെ അവസാനത്തെ ജുസയിലെ ചെറിയ ചെറിയ സൂറത്തുകൾ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ മനഃപ്പാഠമാക്കിയിട്ടുണ്ടാകാം. അത് കൂടുതൽ പഠിക്കാൻ തുടക്കക്കാരെന്ന നിലക്ക് എളുപ്പമായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ഒരു രീതി സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ ഈ സൂറത്തുൻ നാസിന്റെ പാരായണം എപ്രകാരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പാരായണം ചെയ്യാം, ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. സുബ്ഹാനല്ലാഹ്. ഇതാണ് ഈ സൂറയുടെ പാരായണം. ഈ സൂറയിൽ പാരായണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ ആയത്തെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ, ഒന്നാമത്തെ ആയത്ത് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഇതിലെ സാധാരണഗതിയിൽ നമ്മൾ വളരെ പെട്ടെന്ന് ഓതിപ്പോകുമ്പോൾ ഖുൽ എന്ന ആ ഒരു കലിമത്തും അഊദു എന്ന രണ്ടാമത്തെ കലിമത്തിനെയും രണ്ടിനെ ഒരുമിച്ച് പറയുമ്പോൾ തെറ്റിപ്പോകാറുണ്ട്. ഖുൽ അഊദു ബി, ഖുൽ അഊദു ബി, ഖുൽ അഊദു ബി. അങ്ങനെയല്ല, ഒന്ന് അല്പം നിർത്തി. ഖുൽ അഊദു, അ എന്ന് പറയുന്ന ഹംസ ഹൽക്കിന്റെ അക്ഷരമാണ്, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗത്ത് നിന്ന് ഉത്ഭവിക്കേണ്ട അക്ഷരം. ആ അക്ഷരം നമ്മൾ എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ആയത്ത് പാരായണം ചെയ്യേണ്ടത്. ഖുൽ അഊദു, അഊദു, ഐന് പിന്നെ ദാല്, ബിറബ്ബിൻ നാസ്. ആ അന്നാസിലെ നൂന് ശദ്ദുള്ള നൂനാണ്. മണിച്ച് ഗുന്നത്തോടുകൂടി, മണിച്ചുകൊണ്ട്, മണിക്കലിന് ഗുന്ന എന്നാണ് പറയുക തജ്വീദില്. ആ മണിച്ച് നമ്മളെ തരിമൂക്കാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ്. അവിടെയും മണിക്കൽ നിർബന്ധമാണ്, ഗുന്നത്ത് നിർബന്ധമാണ്. മലികിൻ നാസ് ഇലാഹിൻ നാസ്. ശ്രദ്ധിക്കുക, ഇലാഹി, ഇലാഹി, ഹ ഹൽക്കിന്റെ അക്ഷരം, തൊണ്ടയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അക്ഷരം. ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. മിൻ ശർരി, ആ നൂന്, ആ നൂനിന് ശേഷം വന്ന അക്ഷരം ശ്രദ്ധിക്കുക, ഷീനാണ്. ഈ നൂനിനെ, അതായത് മിൻ ശർരി എന്നാണ് എഴുത്ത്, പക്ഷെ ആ നൂന് അവിടെ മറക്കപ്പെടുകയാണ്. നൂൻ അവിടെ പ്രത്യക്ഷപ്പെടുത്തി പറയാൻ പാടില്ല. നൂനിനെ മറച്ച് മണിച്ച് പാരായണം ചെയ്യണം എന്നാണ്
നിയമം പറയുന്നത്. അതിന് ഇഖ്ഫാ എന്നാണ് പറയുക. മണിച്ച് മറച്ച് പാരായണം ചെയ്യുക. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സുക്കൂനുള്ള നൂനിന് ശേഷം ഷീന് വന്നാൽ, സുക്കൂനുള്ള നൂനിനോ അല്ലെങ്കിൽ തൻവീനോ ശേഷം ഷീന് വന്നാൽ, അങ്ങനെ 15 അക്ഷരങ്ങൾ പറയുന്നുണ്ട്, വന്നാൽ ആ നൂനിനെയും തൻവീനെയും, തൻവീൻ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂനിന്റെ ഉച്ചാരണമാണ്, ആ തൻവീനെയും ആ സുക്കൂനുള്ള നൂനിനെയും മണിച്ച് പാരായണം ചെയ്യുക എന്നതാണ് നിയമം. അതിനെ ആ നിയമത്തിന് ഇഖ്ഫാ എന്നാണ് പറയുക. 15ഓളം അക്ഷരങ്ങൾ അതിനുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഷീന്, സുക്കൂനുള്ള നൂന് ശേഷം ഷീൻ ഇവിടെ വന്നിരിക്കുന്നു. അവിടെ ഓതേണ്ടത് നൂന് ഉച്ചാരണത്തിലേ വരാൻ പാടില്ല, നൂന് ഉച്ചരിക്കരുത്. മിൻ ശരി എന്ന് പാരായണം ചെയ്യരുത്. അപ്പൊ അത് വെളിവായി ഇദ്ഹാറായി പറയുന്ന ഒരു രൂപമായി മാറും. അങ്ങനെയല്ല പറയേണ്ടത്. മേ ശരി, രണ്ടാമത് ഷെറി, ഷെറി എന്നല്ല ഷെറി. റായിന് 2 ഉച്ചാരണ രീതികളുണ്ട്. ഒന്ന് ഖനപ്പിച്ച് പറയുക, അതിന്റെ തഫ്ഖീം എന്നാണ് നിയമം പറയുക. രണ്ടാമത് ലോലമാക്കി പറയുക, തർക്കീഖ് എന്ന് പറയുന്നു. ഇവിടെ ചെയ്യേണ്ടത് തർക്കീഖ്, അതായത് ലോലമാക്കി പറയലാണ്. മീശിൽ വസ്വാസിൽ ഖന്നാസ്, ഖന്നാസ്. പിന്നെ വസ്വാസ്, വസുവാസി, വസുവാസി നല്ല പാരായണം. വസ്വാസ് പെട്ടെന്ന് തന്നെ പറയണം. വസ്വാസ്, വസ്വാസ്. മേശിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ, അല്ലദീ, അല്ലദീ എന്നല്ല, അല്ലദീ, അല്ലദീ യുവസ്വിസു, യുവസ്വിസു എന്നല്ല, യുവസ്വിസു, അല്ലദീ യുവസ്വിസു ഫീ സുദൂരി, ഫീ സുദൂരി, സീനല്ല സ്വാദാണ്. ഫീ സുദൂരിന്നാസ്, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്. അപ്പൊ ഈ സൂറയില് നമ്മൾ പ്രധാനമായും ഷദ്ദുള്ള നൂനുകളെയാണ് ഈ സൂറയുടെ ഓരോ ആയത്തുകളുടെയും അവസാനം കാണുന്നത്. രാഗാത്മകമായി നല്ല മണിക്കലോടുകൂടി വളരെ സുന്ദരമായി നമ്മൾ അവിടെ പാരായണം നടത്തേണ്ടതുണ്ട്. നൂന് 2 നൂനുകളാണ്. ആ 2 നൂനുകൾ ഒരുമിച്ച് എഴുതി ഖന്നാസ്, ആ മണിക്കൽ നമുക്കവിടെ ശരിക്കും അനുഭവപ്പെടേണ്ടതുണ്ട്. അത് കേൾക്കുന്ന മാത്രയിൽ തന്നെ അത് ശ്രോതാക്കളിലും വല്ലാതെ ആകർഷണീയത ഉണ്ടാക്കും. അതാണ് ഈ ഉന്നത്തിന്റെ പ്രത്യേകത. അതുപോലെ ഈ മീൻഷരിന്റെ അടുത്ത് നമ്മൾ പറഞ്ഞതുപോലെ നൂനിനെ നമ്മൾ വെളിവാക്കരുത്, അത് മറച്ചു പാരായണം ചെയ്യണം. അത് പ്രത്യേകം അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ തജ്വീദിന്റെ നിയമവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട തൻവീന്, സുക്കൂനുള്ള നൂന്, ഇവകൾക്ക് ശേഷം വരുന്ന അക്ഷരങ്ങൾക്കനുസരിച്ചിട്ടാണ് നമുക്ക് നിയമങ്ങൾ പഠിക്കാൻ കഴിയുന്നത്. മിക്കവാറും നിയമങ്ങൾ മണിക്കലും മറക്കലും ഒക്കെ ബന്ധപ്പെട്ടുള്ള ഇദ്ഹാർ, ഇഖ്ഫാ, ഇദ്ഗാമ്. ഇദ്ഗാമ് തന്നെ പലതരത്തിലുള്ള ഇദ്ഗാമുകളുണ്ട്. സുക്കൂനുള്ള നൂനിനും അതുപോലെ തന്നെ തൻവീനു ശേഷം വരുന്ന അക്ഷരങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ വരുന്ന അക്ഷരങ്ങളുടെ മാറ്റം അനുസരിച്ചാണ് നിയമം മാറുന്നത്. ഇവിടെ നമ്മൾ സുക്കൂനുള്ള നൂനിന് ശേഷം ഷീന് കാണുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ നൂനിനെ മണിച്ച് പാരായണം ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സുക്കൂനുള്ള നൂനിന് ശേഷം ഷീനാണ് വന്നിട്ടുള്ളത്. അങ്ങനെ 15ഓളം അക്ഷരങ്ങൾ ഇഖ്ഫായിൻ്റെതായിട്ട്, അതായത് ഈ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ മണിച്ച് പാരായണം ചെയ്യുക എന്ന് പറയുന്ന നിയമം ബാധകമായ 15ഓളം അക്ഷരങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ ഷീന് മാത്രം, നമ്മൾ ഈ സൂറയിൽ ഷീൻ എന്ന് പറയുന്ന ഒരു അക്ഷരം മാത്രമാണ് പഠിച്ചിട്ടുള്ളത്, മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നൂന് ഓരോ സൂറയുടെയും അവസാനത്തിലെ മുശദ്ദദത്തായ ഷദ് ചെയ്യപ്പെട്ട നൂനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന്റെ നിയമം നമ്മൾ വേറൊരു സൂറയിൽ അതെന്താണ് അതിന്റെ നിയമത്തിന്റെ പല അക്ഷരങ്ങളുണ്ട്, ആ നിയമവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാം. സൂറയുടെ പാരായണം വളരെ കൃത്യമായിട്ട് തന്നെ പാരായണം ചെയ്യുന്നു എന്ന് പരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.